ഇത് മാളിയപ്പുറത്ത് സന്നിധാനത്തിന് താഴേക്ക് ഇറങ്ങുന്ന വഴി. ഇത് ഭസ്മക്കുളത്തിലേക്ക് പോകാനുള്ള വഴി. താഴെയാണ് നമുക്ക് ഭസ്മക്കുളം കാണുന്നത്. ചെറുതായിട്ട് നമുക്ക് ഭസ്മക്കുളം കാണാം. ഈ പടികൾ ഇറങ്ങി ചെല്ലുന്നതാണ് ഭസ്മക്കുളം. ധനലക്ഷ്മി ബാങ്കിൻ്റെ അടുത്ത്. ധനലക്ഷ്മി ബാങ്കിൻ്റെ അടുത്താണ് ഇത്. പിന്നെ അരി, നമ്മൾ കെട്ടിൽ കൊണ്ടുവരുന്ന അരി സ്വീകരിക്കുന്ന സ്ഥലം, അരി വഴിപാട് സ്വീകരിക്കുന്ന സ്ഥലം. മാളികപ്പുറത്തിലേക്കുള്ള വഴി, ഫ്ലൈ ഓവർ. ഈ കാണുന്നത് നമുക്ക് അഭിഷേകത്തിന് പോകുന്ന വഴിയാണ്. പമ്പയിലേക്കുള്ള വഴി. ഇത് ചുക്കുവെള്ള വിതരണം. ക്ഷേത്രം ശ്രീ ട്രസ്റ്റ് നടത്തുന്ന ചുക്കുവെള്ളമാണ്. പക്ഷെ അതല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുക്കുവെള്ള ഇവിടെയും സന്നിധാനത്തും നൽകുന്ന ആയുർവേദ മരുന്നുകളൊക്കെ ഉൾക്കൊള്ളിച്ച് നല്ല ഒരു ഇതുള്ള ചുക്കുവെള്ള പുരയാണ്. ഇത് നമ്മുടെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പഴയ അന്നദാന മണ്ഡപമായിരുന്നു. ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഭണ്ഡാരത്തിലെ കാണിക്കയൊക്കെ എണ്ണുന്ന സ്ഥലം. നമുക്ക് സാധനങ്ങളുമായിട്ട് ട്രാക്ടർ വരുന്നത് കാണാം. അന്നദാന മണ്ഡപം. ഇവിടെ ആര്യാസിൻ്റെ ഒരു ഹോട്ടലുണ്ട്. ഇത് മാളികപ്പുറത്ത് സ്വാമിമാർ അർപ്പിക്കുന്ന അതിൻ്റെ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം കാണാം. ഇത് കാണുന്ന സഹ്യാദ്രി. അതുപോലെ ഇവിടെ തന്നെ ചുക്കുവെള്ളം ഉണ്ട്. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റേതാണ്. ഇതുവഴി മാളികപ്പുറത്തിൻ്റെ പുറകിലൂടെ പടിഞ്ഞാറ് വശത്ത് കൂടെ നമുക്ക് അന്നദാന മണ്ഡപത്തിലേക്ക് വരാം. ഇത് ഇങ്ങനെ പോയാൽ മുന്നിലേക്ക് പോയാൽ അന്നദാന മണ്ഡപം, നേരെ മുകളിലേക്ക് കയറിയാൽ മാങ്കുണ്ടം, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നതാണ്. ഈ കാണുന്നത് കൈലാസ് പിൽഗ്രിം സെൻറ്റർ 3, മറ്റേ സഹ്യാദ്രി 2. ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വഴി തെറ്റുകയോ കൂട്ടം തെറ്റുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും. നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് പോലീസ് ബാരക്കാണ്. ഞാൻ കുറച്ച് മുന്നേ പോലീസ് ബാരക്കിലേക്കുള്ള വഴി മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോലീസ് ബാരക്ക് എത്തി. ഇതിൽ താഴേക്ക് പമ്പയിലേക്ക് പോവാം. പമ്പയിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് ഇത്. നമുക്ക് അന്നദാന മണ്ഡപത്തിലേക്ക് വരാനുള്ളൊരു വഴി. ഈ കാണുന്നതാണ് അന്നദാന മണ്ഡപം. അത് കൈലാസിൻ്റെ പുറകിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ വർഷം സ്റ്റാഫ് മെസ്സ് അന്നദാന മണ്ഡപത്തിൽ ചെറിയൊരു ഏരിയ എടുത്ത് അങ്ങോട്ടേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പഴയ അന്നദാന മെസ്സിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് മാറ്റിയെന്ന് തോന്നുന്നു. കൈലാസിൻ്റെ പിറകു വശം
അന്നദാനത്തിൻ്റെ സൈഡ്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഈ ഗാർബേജ് തൊട്ട് വഴി സ്വീകരിച്ച് ഈ പിന്നിലേക്ക് ശേഖരിച്ച് ട്രാക്ടറിലൂടെ നമ്മൾ പുറത്തേക്ക് കളയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കാണുന്നത് എല്ലായിടത്തും ബാത്റൂമുകൾ കാണാം. ഇഷ്ടംപോലെ ബാത്റൂമുകളുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വയ്ക്കുന്ന വെടിപ്പുര, പിന്നെ പ്ലാന്റ്, അന്നദാനത്തിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പോക്കുകളിലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് കാണുന്ന സ്റ്റോറാണ്. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ ഡ്യൂട്ടി അന്നദാന മണ്ഡപത്തിലാണ്. അപ്പോൾ ഞാൻ അന്നദാന മണ്ഡപത്തിൽ ഇന്ന് ഡ്യൂട്ടിക്ക് വരികയാണ്. ഇത് കൈകൊള്ളാനുള്ള സ്ഥലമാണ്. പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് അന്നദാന പ്രഭാത ഭക്ഷണത്തിനുള്ള 11 മണി വരെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അതിനുള്ള ആളുകൾ കഴിക്കാൻ വരുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ശാംശല്ല.